എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളോടായിട്ടൊരു കാര്യം സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പറയാം. ജസ്റ്റ് ഗിവ് മീ 10 minutes. ഐ വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ടു ചേഞ്ച് യുവർ ലൈഫ് ഫോർ എവർ. 10 മിനിറ്റ് മാത്രം തന്നാൽ മതി. തീർച്ചയായിട്ടും ജീവിതം പോസിറ്റീവായിട്ട് മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു 5 minutes എങ്കിലും ഒന്ന് കാണണേ, നമ്മുടെ വീഡിയോ ഒന്ന് കാണണേ. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് വെള്ളിയാഴ്ച ദിവസം ചെയ്യേണ്ടുന്ന മഹാലക്ഷ്മി പൂജയെക്കുറിച്ചാണ് പറയുന്നത്. ഈ മഹാലക്ഷ്മി പൂജ നമ്മൾ വീട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് സകലവിധ ഐശ്വര്യങ്ങളും സന്തോഷവും ധനവും. ഇപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വെള്ളിയാഴ്ച ദിവസം ഈ മഹാലക്ഷ്മി പൂജ വീട്ടിലൊന്ന് ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും ബിസിനസ്സൊക്കെ വച്ചടി കയറ്റെന്ന് പറയില്ലേ, അതേപോലെ തന്നെ ഞാൻ പേഴ്സണലി എനിക്ക് മഹാലക്ഷ്മി പൂജ ചെയ്ത് അന്നേ ദിവസം തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ. ഇപ്പം ഇന്നും രാവിലെ 4:30 തന്നെ ഞാൻ ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ മഹാലക്ഷ്മി പൂജ ചെയ്തു. ഇന്ന് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തിനുള്ളിൽ എനിക്ക് സന്തോഷമുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാടല്ല 1-2 കാര്യങ്ങൾ, പ്രത്യേകിച്ച് വർക്കിൻ്റെ തന്നെയാണ്. ഞാനൊരു ആങ്കറാണ്, MC ആണ്, പ്രോഗ്രാംസിനൊക്കെ പോകുന്നത്. അപ്പോൾ എനിക്ക് 1-2 വർക്കുകൾ വന്നിട്ടുണ്ട്. വർക്കാണ് എൻ്റെ ഉപജീവന മാർഗം. എന്താ പറയുക, എൻ്റെ ജോലി എന്ന് പറയുന്നത് ഈ കോമ്പയറിംഗ് ആണ്. അപ്പോൾ എനിക്ക് വർക്ക് വരുന്നതെന്ന് പറയുന്നത് അത് പൈസയാണല്ലോ, ധനമാണല്ലോ, മഹാലക്ഷ്മിയാണല്ലോ. അപ്പം ഞാനിന്ന് അല്ലെങ്കിൽ ഫുൾ ടൈം നമ്മുടെ ഫോൺ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഫോൺ ഇന്ന് 2 തവണ റിങ് ചെയ്തു. 2 തവണയും നമുക്ക് വർക്ക് കോളാണ് കേട്ടോ വന്നിട്ടുള്ളത്. അത് വളരെയധികം സന്തോഷത്തോടു കൂടി എനിക്കിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ എന്തായാലും മഹാലക്ഷ്മി പൂജ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം പറയാം. ആദ്യം നമ്മുടെ വീട് മുഴുവനും അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി, അടുക്കളയൊക്കെ സ്റ്റവൊക്കെ നല്ലപോലെ വൃത്തിയാക്കി, ചുറ്റുപാടൊക്കെ ഒന്ന് വൃത്തിയാക്കി, നമ്മൾ ഉപയോഗിച്ചിരുന്ന ബെഡ്ഷീറ്റ്സ്, പില്ലോ കവർ ഇതൊക്കെ എടുത്ത് അലക്കി പുതിയ ബെഡ്ഷീറ്റ്സൊക്കെ എടുത്ത്, അതേപോലെ തന്നെ സ്വാമിയുടെ മഹാലക്ഷ്മിയുടെ മറ്റ് ഭഗവാന്റെ ഫോട്ടോസൊക്കെ എല്ലാം എടുത്ത് തുടച്ച് വൃത്തിയാക്കി പൊട്ടൊക്കെ വെച്ചിട്ട് വിളക്കുകളൊക്കെ കഴുകി വേണം നമ്മൾ ഈ പൂജ ചെയ്യാനായിട്ട്. ഞാൻ ഇതിനു മുമ്പും മഹാലക്ഷ്മി പൂജ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇതാദ്യമായിട്ടാണ് മഹാലക്ഷ്മി പൂജ ചെയ്യുന്നത്. കാരണം ഞാനിവിടെ ഫോട്ടോസ് വെച്ചിട്ടുള്ളത് ഹാളിലാണ്. ഇപ്പോൾ നോൺ വെജൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ ഫാമിലിയായിട്ട് ഹാളിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അല്ലെങ്കിൽ പീരിയഡ്സ് ആവുന്ന സമയത്ത് നമുക്കൊരു മറയില്ല, അതുകൊണ്ട് ദോഷമൊന്നും ആവരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ ഫോട്ടോസ് വയ്ക്കാതിരുന്നത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തേ ഫോട്ടോസ് ഇല്ലേ, ഫോട്ടോസ് വയ്ക്കാത്തതെന്ന്. ഫോട്ടോസൊക്കെ ഉണ്ട്, ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ഒരു ദോഷം വേണ്ടാന്ന് കരുതിയിട്ടാണ് കേട്ടോ ഫോട്ടോസ് വയ്ക്കാതിരുന്നത്. ഇന്നെന്തായാലും നമ്മുടെ പൂജ ചെയ്യാമെന്ന് കരുതി മഹാലക്ഷ്മിയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് വെള്ളത്തിൽ പനിനീരും ചന്ദനമൊക്കെ ചാലിച്ച് നമ്മൾ നന്നായി ഫോട്ടോ ഒക്കെ നന്നായി വൃത്തിയായി തുടച്ചെടുത്ത് പൊട്ടും കുങ്കുമം ഒക്കെ വെച്ചിട്ട് വീടൊക്കെ ഞാൻ വൃത്തിയാക്കുന്നത്, ഈ ക്ലീനിങ് ഒക്കെ ഞാൻ വ്യാഴാഴ്ച വൈകിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം ഞാൻ ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് വയ്ക്കുന്ന ഒരാളാണ്. ഇനി വെള്ളിയാഴ്ച ദിവസം ശുക്രഹോരയിൽ മഹാലക്ഷ്മിക്ക് വിളക്ക് വയ്ക്കുന്നതും നല്ലതാണ്. അപ്പോൾ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്ന സമയത്ത് എനിക്ക് അത്രയും നേരത്തെ എഴുന്നേറ്റ് വിളക്ക് വയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ശുക്രഹോര എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസം രാവിലെ 6 മണി മുതൽ 7 മണി വരെയാണ്. ഇതിനുള്ളിൽ നിങ്ങൾ വിളക്ക് വെച്ചാലും നല്ലതാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് വെക്കേണ്ടതെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസം ശുക്രഹോരയിൽ മഹാലക്ഷ്മിക്ക് വിളക്ക് വയ്ക്കുന്നത്, അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഹോരയിൽ മുരുകന് വേണ്ടി വിളക്ക് വയ്ക്കുന്നതിനേക്കാൾ എല്ലാം 100 ഇരട്ടി ഫലമാണ് ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്ന 4:30-നും 5:12-നും ഇടയ്ക്കുള്ള സമയത്ത് വിളക്ക് വയ്ക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള നല്ല ഒരു പോസിറ്റിവിറ്റി ലൈഫിൽ കൊണ്ടുവരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു സമയമാണ് ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്ന സമയം. പറ്റുന്നവർ അത് ചെയ്യൂ, അതല്ല പറ്റില്ല എന്നുള്ളവർ ഈ വെള്ളിയാഴ്ച ദിവസം ശുക്രഹോരയിൽ ചെയ്താലും മതി കേട്ടോ. വെള്ളിയാഴ്ച പൂജയ്ക്ക് മുൻപായിട്ട് ഈ വിളക്കുകളൊക്കെ കഴുകി പൊട്ട് വയ്ക്കുന്നത്, വീട് വൃത്തിയാക്കുന്നത്, തുടയ്ക്കുന്നത്, അടുക്കളയൊക്കെ വൃത്തിയാക്കുന്നത് ഒക്കെ ഞാൻ വ്യാഴാഴ്ചയാണ് ചെയ്യുന്നത്. വെള്ളിയാഴ്ച രാവിലെ എഴുന്നേറ്റ് ആ നേരത്തെ ക്ലീനിങ് ഒന്നും ചെയ്യാറില്ല. കാരണം ഞാൻ ബ്രഹ്മമുഹൂർത്തത്തിൽ എനിക്ക് വിളക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ആ നേരത്തെ എഴുന്നേറ്റ് ഈ ക്ലീനിങ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബ്രഹ്മമുഹൂർത്തം ആ വഴിക്കങ്ങ് പോവും. അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് വ്യാഴാഴ്ച വൈകിട്ട് തന്നെയാണ്. എനിക്കെന്തായാലും നല്ലത് മാത്രമേ ഞാൻ ചെയ്യുന്നത് കൊണ്ട് നല്ലത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ദൈവാനുഗ്രഹം കൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടായിട്ടില്ല.
ഉപ്പ് ദീപം വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മിക്ക് വേണ്ടി ഉപ്പ് ദീപം വെക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ ഉപ്പ് ദീപത്തിലും പിന്നെ ഗജലക്ഷ്മി വിളക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഗജലക്ഷ്മി വിളക്കിലും ഞാൻ നെയ്യ് ഒഴിച്ചിട്ടാണ് ദീപം വെക്കുന്നത്. വെള്ളിയാഴ്ച ദിവസം പൊതുവെ നെയ്യ് ഒഴിച്ച് ദീപം വെക്കുന്നത് വളരെ നല്ലതാണ്. ഇനി പൂജയിലേക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞു തരാം. നമ്മൾ മഹാലക്ഷ്മിയുടെ ഒരു ഫോട്ടോ എടുത്ത് ഫോട്ടോ വൃത്തിയായി തുടച്ച് പൊട്ടൊക്കെ വെച്ചതിന് ശേഷം മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കളാൽ നമ്മൾ മഹാലക്ഷ്മീനെ അലങ്കരിക്കണം. അതായത് മഹാലക്ഷ്മിക്ക് മുല്ലപ്പൂ ഒരുപാട് ഇഷ്ടമാണ്. നറുമണമുള്ള വസ്തുക്കളിൽ മഹാലക്ഷ്മി വസിക്കുന്നു. അതുകൊണ്ട് തന്നെ മുല്ലപ്പൂവ്, പിന്നെ നമ്മളെപ്പോഴും മഹാലക്ഷ്മീനെ താമരപ്പൂവിലാണല്ലേ കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയപ്പെട്ട താമരപ്പൂവ്, കുങ്കുമം, ചന്ദനം, പിന്നെ മധുരമുള്ള വസ്തുക്കൾ മഹാലക്ഷ്മിക്ക് ഭയങ്കര പ്രിയമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൽക്കണ്ട്, മാതളം, പിന്നെ വെള്ളം, പാല് എന്നിവയാണ് ഞാൻ നൈവേദ്യമായിട്ട് കൊടുത്തിട്ടുള്ളത്, മഹാലക്ഷ്മിക്ക് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ എന്താ പറയുക, ഇത്രയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും പൂക്കൾ അല്ലെങ്കിൽ നെയ്യ് ഇത്രയൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അതിനുള്ളൊരു സാഹചര്യമല്ല. പക്ഷെ എനിക്ക് മഹാലക്ഷ്മി പൂജ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് വിചാരിക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 100% നിങ്ങളെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ മഹാലക്ഷ്മി പൂജ വെള്ളിയാഴ്ച ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് വേണ്ടുന്നതൊക്കെ നൽകാനായിട്ട് ദേവി അല്ലെങ്കിൽ നമ്മുടെ സൃഷ്ടാവ് തയ്യാറാണ്. പക്ഷേ നമ്മുടെ ദൈവത്തിന് വേണ്ടിയിട്ട് ഒരല്പസമയം ചിലവഴിക്കാൻ നമുക്കാണ് സമയമില്ലാത്തത്. ഭഗവാനെ 100% വിശ്വസിച്ച് കഴിഞ്ഞാൽ, ഭഗവാന് വേണ്ടിയിട്ട് നമ്മളൊരു അല്പസമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിലും ഭംഗിയായി നമ്മുടെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നു. ഈ ലക്ഷ്മി പൂജയിലൂടെ ഇപ്പം നമ്മുടെ ലൈഫിൽ ശരിയായ സമയത്ത് നമുക്ക് ശരിയായ ഓപ്പർച്യൂണിറ്റി വരുന്നു. ആ സമയത്തൊക്കെ വിവേകത്തോടു കൂടിയും ക്ഷമയോടു കൂടിയും നമുക്ക് ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനും സാധിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമാണോ മഹാലക്ഷ്മിയുടെ ബ്ലെസ്സിങ് കിട്ടുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് അതിനുള്ളൊരു സാഹചര്യം ഉള്ളൂ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് വയ്ക്കാം. പറ്റുന്ന പോലെ നിങ്ങൾ പൊട്ടൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ വൃത്തിയാക്കി പൊട്ടൊക്കെ വെച്ച് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നിങ്ങൾക്കുള്ള വീട്ടിൽ എന്ത് എണ്ണയാണുള്ളത് വെച്ചാൽ അതിൽ, അതായത് നല്ലെണ്ണ അല്ലെങ്കിൽ ലാമ്പ് ഓയിലില്ലേ സാധാരണ, അത് വെച്ച് നിങ്ങൾക്ക് വിളക്ക് വയ്ക്കാവുന്നതാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, പൂക്കളൊന്നും അധികം കിട്ടിയില്ലെങ്കിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ തെച്ചി, ചെമ്പരത്തി അല്ലെങ്കിൽ തുളസിയില ആയാലും മതി. തുളസിയില ഭഗവാന്റെ കാൽപാദത്തിൽ വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെയും മഹാലക്ഷ്മി പൂജ ചെയ്യാവുന്നതാണ്. കുറച്ച് അല്പം വെള്ളമെങ്കിലും വെക്കണേ, ഒന്നും വെക്കാതിരിക്കരുത്. കുറച്ച് വെള്ളമെങ്കിലും നൈവേദ്യമായിട്ട് വെക്കണം, മറക്കരുത്. അപ്പോൾ അത്രയും ചെയ്താലും തീർച്ചയായിട്ടും ലക്ഷ്മിയുടെ അനുഗ്രഹം, ബ്ലെസ്സിങ് അതിൽ നിറഞ്ഞിരിക്കുന്ന ആ പൂജയിലും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്താൽ പോരെ, എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചിലപ്പോൾ ആരെങ്കിലും ചോദിക്കും. അത് ഞാൻ പറയാം കേട്ടോ. അതിനുള്ള കാരണം എന്താ വെച്ചാൽ എനിക്ക് വേണ്ടുന്നതെല്ലാം നീ തന്നു, നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു വിശ്വാസമാണ് മഹാലക്ഷ്മി പൂജ എന്ന് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ അതിനുള്ളൊരു സാഹചര്യം ഇല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യൂ. തീർച്ചയായിട്ടും ഇതിലും ഭംഗിയായി മഹാലക്ഷ്മി പൂജ ചെയ്യാനുള്ളൊരു ഭാഗ്യം ദേവി നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. വിശ്വാസവും നിറഞ്ഞ ഭക്തിയും വേണം. സംശയങ്ങളില്ലാതെ നിറഞ്ഞ ഭക്തിയോടുകൂടി, നിറഞ്ഞ മനസ്സോടുകൂടി ഒട്ടും മടി പിടിക്കരുത്. നിങ്ങൾ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വാരിക്കോരി തരാൻ ഭഗവതിക്ക് മടിയുണ്ടായിരിക്കും. ഇപ്പോൾ ഐശ്വര്യത്തിൻ്റെയും നമ്മുടെ വീട്ടിലെ സമാധാനത്തിൻ്റെയും ഒക്കെ, ധനത്തിൻ്റെ മാത്രം ദേവിയല്ല മഹാലക്ഷ്മി, ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ അധിപതിയാണ് മഹാലക്ഷ്മി എന്ന് പറയുന്നത്. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ വേറെ ഒന്നിനെക്കുറിച്ചും നമുക്ക് വിചാരിച്ച് സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഏത് മതസ്ഥരാണെങ്കിലും നിങ്ങൾ ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നിങ്ങൾ വിശ്വസിക്കുന്ന ഭഗവാനെ തൊഴുത് കഴിഞ്ഞാൽ ജീവിതത്തിൽ നന്മ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു സമയമാണ് ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്ന സമയം. അപ്പോൾ അതാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഇപ്പോൾ പറ്റുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇനി അതല്ല, എനിക്ക് സിമ്പിളായിട്ട് ചെയ്യാനാണ് ആഗ്രഹം, മാത്രമേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. എളിമയായിട്ട് ഭഗവതിക്ക് പൂജ ചെയ്താലും അവിടെയും ഭഗവതിയുടെ ബ്ലെസ്സിങ് കിട്ടുന്നു. ഞാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ എനിക്ക് വേണ്ടുന്നതൊരു സമാധാനമായിട്ടുള്ളൊരു ജീവിതമാണ്. അതിന് പകരം നീ എനിക്കത് തന്നു, നിനക്കതിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള
എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമാണ്. ഇപ്പോൾ പേരക്കുട്ടികളൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഭയങ്കര സന്തോഷമാവും. അവർക്ക് വേണ്ടി എന്ത് ചെയ്താലും അവർക്ക് മതിയാവില്ല. അതേപോലെ തന്നെയാണ് ദേവിയെ നമ്മുടെ വീട്ടിലേക്ക് വരവേൽക്കാനായിട്ട് എനിക്ക് അറിയുന്ന പോലെ നമുക്ക് ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കളാൽ അലങ്കരിക്കുക, നൈവേദ്യമായിട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളതൊക്കെ അത് തന്നെയാണ് കേട്ടോ. വിശ്വാസപൂർവ്വം നിങ്ങൾ ചെയ്യൂ, നല്ലത് മാത്രമേ സംഭവിക്കുള്ളൂ. പറ്റുമെങ്കിൽ ഈ ബ്രഹ്മമുഹൂർത്ത സമയത്ത് തന്നെ എഴുന്നേറ്റ് വിളക്ക് വയ്ക്കുക. വെള്ളിയാഴ്ച ദിവസം പൊതുവെ നെയ്യ് ഒഴിച്ച് വിളക്ക് വയ്ക്കുന്നത് ഒരുപാട് നല്ലതാണ്. ഇനി നെയ്യില്ല എന്നുണ്ടെങ്കിൽ സാധാരണ നല്ലെണ്ണയോ ലാമ്പ് ഓയിലോ ആയാലും മതി. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ശുക്രഹോര എന്ന് പറയും. വെള്ളിയാഴ്ച ശുക്രഹോരയിൽ, അതായത് രാവിലെ 6 മണി മുതൽ 7 മണി വരെ ശുക്രഹോരയുണ്ട്. ആ സമയത്ത് വിളക്ക് വെച്ചാലും മതി, ഒരുപാട് നല്ലതാണ്. മഹാലക്ഷ്മി പൂജ വീട്ടിലൊന്ന് ചെയ്ത് നോക്കൂ. 6 വെള്ളിയാഴ്ചകൾ തുടർച്ചയായി ചെയ്യൂ. ഞാൻ ഉപ്പ് ദീപവും വെച്ചിട്ടുണ്ട്. ഉപ്പ് ദീപം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള നെഗറ്റിവിറ്റിയൊക്കെ ഈ ഉപ്പ് അട്രാക്റ്റ് ചെയ്യുന്നു. ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിലുണ്ട്, കണ്ട് സപ്പോർട്ട് ചെയ്യണേ.